ഹായ് ഗൈസ്, വെൽക്കം ടു വീലൻ. ഈസി മാത്സിൻ്റെ 23ാമത്തെ വീഡിയോ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ സാധാരണ പലിശ നിരക്കിൽ നിന്ന് ചോദ്യം വരുന്ന സമയത്ത് ചില കുട്ടികൾ I = PNR/100 അല്ലെങ്കിൽ മറ്റ് പല രീതികളിലും നോക്കി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയായിട്ടുള്ള വീഡിയോ ആണിത്. എന്നാൽ വളരെ എളുപ്പത്തിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാവുന്നവർ ഈ ഒരു വീഡിയോ കാണണമെന്ന് നിർബന്ധവുമില്ല. നമുക്കിവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ Rs 1200 അറ്റ് എ റേറ്റ് ഓഫ് 10% ഫോർ 2 ഇയേഴ്സ്. അതായത് 1200 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് എത്ര പലിശയാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള വർഷത്തെയും പിന്നീട് ആ ഇൻട്രസ്റ്റ് റേറ്റിനെ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10 പലിശ നിരക്ക്, വർഷം എന്ന് പറയുന്നത് 2, അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. നമുക്ക് തന്നിട്ടുള്ള തുകയുടെ 20% കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 1200 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കും. എത്രയാണ്? 1200 രൂപയുടെ 10% എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക, അതായത് 120 കിട്ടും. 20% എന്ന് പറയുന്നത് എത്രയാണ്? 240 രൂപ. അതായത് 1200 രൂപയ്ക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 240 രൂപയാണ്. രണ്ടാമതായി നമുക്ക് അടുത്തൊരു ചോദ്യം തന്നിട്ടുണ്ട്. 24,000 രൂപയ്ക്ക് 15% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശ എത്രയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 2 വർഷം തന്നിട്ടുണ്ട്. പലിശ നിരക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 15%. അപ്പോൾ ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 15 എത്രയാണ്? 30. ഓക്കെ. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? 24,000ൻ്റെ 30% കണ്ടുപിടിക്കുക. 24,000ൻ്റെ 30% കാണാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക എന്ന് പറയുന്നതാണ് 10%. അതായത് 2,400 രൂപ. ഈ 2,400 × 3 ആണല്ലോ ഇതിൻ്റെ 30% എന്ന് പറയുന്നത്. 2,400 × 3 എത്രയാണ്? 24 × 3 എന്ന് പറയുന്നത് 72 ആണ്. അപ്പം 2,400 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 7,200 രൂപ. ഓക്കെ. 24,000 രൂപയ്ക്ക് 15% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള പലിശ എന്ന് പറയുന്നത് എത്രയാണ്? 7,200 രൂപയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: 1,240 രൂപയ്ക്ക് 6.25% പലിശ നിരക്കിൽ 4 വർഷത്തേക്ക് എത്ര പലിശയാകുമെന്നാണ്. അപ്പോൾ നമുക്കിവിടെ പലിശ നിരക്ക് എത്രയാണ്? 6.25 ആണ്. വർഷം തന്നിട്ടുണ്ട് 4. എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 6.25 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. 6 4 24 + 1 25 വരും. നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1,240ൻ്റെ 25%. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. 1,240ൻ്റെ 10% എന്ന് പറയുന്നത് 124 ആണ്. 124 × 2 എത്രയാണ്? 248 ആണ്. പിന്നെ ഒരു 5% കൂടി കാണണം. 10% എന്ന് പറയുന്നത് 124 ആണെങ്കിൽ 5% എന്ന് പറയുന്നത് എത്രയാണ്? 62 ആണ്. അപ്പോൾ എങ്ങനെ വരും? നമുക്ക് 248 + 62 വരും. എത്ര വരും? 310 രൂപ വരും. അതായത് 1,240 രൂപയ്ക്ക് 6.25% പലിശ നിരക്കിൽ 4 വർഷത്തേക്കുള്ള പലിശ എന്ന് പറയുന്നത് 310 രൂപയാണ്. ഇനി അവസാനമായി നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം. ചോദ്യം ഇതാണ്: ഒരാൾ സാധാരണ പലിശ നിരക്കിൽ 4,400 രൂപ 4 വർഷത്തേക്ക് 5% പലിശ നിരക്കിൽ നിക്ഷേപിച്ചു. അങ്ങനെയെങ്കിൽ അയാൾക്ക് എത്ര തുകയായിരിക്കും തിരികെ ലഭിക്കുക? അപ്പോൾ നമുക്കിവിടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 5% ആണ്. വർഷം തന്നിട്ടുണ്ട് 4. 4 × 5 എത്രയാണ്? 20. 4,400ൻ്റെ 20% കാണുക. 4,400ൻ്റെ 10% എന്ന് പറയുന്നത് ഒരു സ്ഥാനം മാറ്റി കുത്തിടുന്നതാണ് 440 രൂപ. ഇൻറ്റു എത്രയാണ്? 2 ചെയ്യുക. എത്രയാണ്? 850 രൂപയായിരിക്കും ഇദ്ദേഹത്തിന് പലിശ നിരക്കിൽ കിട്ടുക. ഈ 4,400ൻ്റെ കൂടെ 850 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4,400ൻ്റെ കൂടെ 850 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മൊത്തത്തിൽ എത്ര രൂപ ലഭിക്കുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് അദ്ദേഹത്തിന് ലഭിക്കുക 5,280 രൂപയായിരിക്കും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ നിരക്ക് കാണുവാനായി. അതിനായിട്ട് നമ്മൾ I = PNR/100 എന്നുള്ള ഇക്വേഷൻ ഒന്നും കണ്ടുപിടിച്ച് അതിൻ്റെ പുറകെ പോയി അത് ഓർത്തിരുന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കുവാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്നും വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ട് ഡെഫിനറ്റ്ലി അതിനെ ഇൻഫോം ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.